അറസ്റ്റിലായ 2 കന്യാസ്ത്രീകൾക്ക് ഇന്ന് കോടതി ജാമ്യം അനുവദിച്ചു. ഏറെ സന്തോഷമുള്ളൊരു വാർത്ത തന്നെയാണത് കേരളീയരെ സംബന്ധിച്ചിടത്തോളം. കേരളത്തിലുള്ള സഭകൾ മുഴുവനും അവരുടെ ഭിന്നതകൾ മുഴുവനും മാറ്റി നിർത്തിക്കൊണ്ട് അതിനെതിരെ പ്രക്ഷോഭം നടത്തുകയും ശക്തമായ പ്രതിഷേധം നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് തന്നെ ലോക്സഭയിൽ എംപിമാർ, പ്രത്യേകിച്ചിട്ട് ഇന്ത്യ സഖ്യത്തിലുള്ള എംപിമാർ ശക്തമായ ഒരു പ്രതിഷേധം തന്നെ ലോക്സഭയിൽ നടത്തുകയും അതേപോലെ ജയിലിൽ പോയി അവരെ കാണുകയും ചെയ്തു. എന്തായാലും ഇത് കേരളത്തിന് സന്തോഷിക്കാനുള്ളൊരു കാര്യം തന്നെയാണ്. ജനാധിപത്യ മതേതര കക്ഷികളിലുള്ള മുഴുവൻ നേതാക്കന്മാരും കന്യാസ്ത്രീകളുടെ അറസ്റ്റിനെതിരെ ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് ഈ ഫാസിസ്റ്റ് ഗവൺമെൻറ് ഇന്ത്യയിലുള്ള പല ജയിലുകളിലും കൊണ്ടുപോയിട്ട മുസ്ലിം ചെറുപ്പക്കാർക്ക് വേണ്ടി എന്തുകൊണ്ടാണ് എംപിമാരും അതേപോലെ ജനാധിപത്യ കക്ഷികളിലുള്ള നേതാക്കന്മാരും എന്തുകൊണ്ടാണ് ശബ്ദമുയർത്താത്തത്? 17 വർഷത്തിലധികമായി പരപ്പനങ്ങാടിയിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയ നമ്മുടെ സക്രിയാനെ എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും. സക്രിയ 17 വർഷമായിട്ട് ജയിലിലാണ്. എത്ര എംപിമാർ അദ്ദേഹത്തിന് വേണ്ടി സംസാരിച്ചു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. തീർച്ചയായിട്ടും ഇന്ത്യൻ്റെ പല ജയിലുകളിലായിട്ട് നിരപരാധികളായിട്ടുള്ള ഒരുപാട് മനുഷ്യരെ ഫാസിസ്റ്റ് ഗവൺമെൻറ് ജയിലിലിട്ടിട്ടുണ്ട്. അതിനെതിരെ കൂടെ പ്രക്ഷോഭം നടത്തേണ്ടതുണ്ട്. അപ്പോഴേ ജനാധിപത്യം ശരിക്കും പുനഃസ്ഥാപിക്കാൻ ഇന്ത്യയിൽ കഴിയുള്ളൂ. അല്ലെങ്കിൽ അതിന് ഇരട്ടത്താപ്പ് എന്നേ നമുക്ക് പറയാൻ കഴിയുള്ളൂ.